ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കും ഡാൽമിയ സിമന്റ്സിനും തിരിച്ചടി. ഡാൽമിയ സിമന്റ്സിന്റെ 793 കോടിയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. ഡാൽമിയ സിമന്റ്സിൽ ജഗൻമോഹൻ റെഡ്ഡിക്കുള്ള 27 കോടിയുടെ ഓഹരിയും കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടുന്നുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീസ്, എന്താണ് ഈ വരുന്ന വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ? GK 14 വർഷം മുൻപുള്ള കേസിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ EDയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് രാജശേഖർ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജഗന്റെ ഉടമസ്ഥതയിലുള്ള 2 കമ്പനികളിൽ ഡാൽമിയ സിമന്റ്സ് നിക്ഷേപം നടത്തിയിരുന്നു. ഇതിനു പകരമായി ജഗൻമോഹൻ വഴി കടപ്പയിൽ 407 ഹെക്ടർ ഭൂമിയിൽ ഡാൽമിയ സിമന്റ്സിന് ഖനനാനുമതി ലഭിച്ചു എന്നാണ് EDയുടെയും CBIയുടെയും കണ്ടെത്തൽ. 2011 മുതലുള്ള അന്വേഷണത്തിൽ ഇക്കാര്യം 2 അന്വേഷണ ഏജൻസികളും CBIയും EDയും ഇക്കാര്യം കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ കമ്പനികൾ, നേരത്തെ ഈ ഡാൽമിയ സിമന്റ്സ് നിക്ഷേപം നടത്തിയ കമ്പനികൾ ഉൾപ്പെടെയുള്ളവയുടെ ഷെയർ മറ്റൊരു ഫ്രഞ്ച് കമ്പനിക്ക് വിൽക്കുകയുണ്ടായി. ഇതിന്റെ തുക ഹവാല ഇടപാടുകളിലൂടെയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചതെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് EDയുടെ തുടർ നീക്കം നടന്നിരിക്കുന്നത്. അപ്പോൾ ആകെ 793 കോടി രൂപയുടെ മൂല്യമുള്ള സ്വത്തുക്കളാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഡാൽമിയ സിമന്റ്സിലുണ്ടായിരുന്ന 27.5 കോടി രൂപയുടെ ഓഹരി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതും ED കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും മാർച്ച് 31-നാണ് EDയുടെ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഡാൽമിയ സിമന്റ്സിന് ഇത് സംബന്ധിച്ചിട്ടുള്ള നോട്ടീസ് ലഭിക്കുന്നത്. ഡാൽമിയ സിമന്റ്സിൽ നിന്ന് വരുന്ന വിശദീകരണം, ഈ കണ്ടുകെട്ടിയ തുക വളരെ വലുതാണ്, അല്ലെങ്കിൽ ആ സ്വത്തുക്കളുടെ മൂല്യം വളരെ വലുതാണ്. ഇതിനെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് അറിയിക്കുന്നു. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. GK. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.